മനസ്സുകളെ യാഗമിതാ ഉണരൂ ഉണരൂ ജനതകളെ യാഗമിതാ ഇതാണു രക്ഷാമാർഗം ഇതാണു മോചന നിമിഷം ഒരുമയോടെ ബലിയേകാം അണയൂ ദിവ്യഗ്രഹത്തിൽ സമയമിതാ മനസ്സൊരുക്കൂ നന്ദിയുടെ നാഥനെ വാഴ്ത്താം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ആഗോള സഭ ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവത്തിനായി തന്നെ സമർപ്പണം ചെയ്യുവാൻ ഈ കന്യക തയ്യാറായി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കൾ അന്നായും ജോവാക്കീമും തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ദൈവ ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവഹിതത്തിന് തക്കവിധം അവളുടെ ജീവിതം മാറുവാനായി ദൈവത്തിനായി സമർപ്പിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മറിയം അമ്മയായി മാറിയത്, യേശുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോയ്ക്ക് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുവാൻ സ്വയം സമർപ്പിച്ചതുകൊണ്ടാണ്. രക്തബന്ധത്തിൻ്റെ ഫലമല്ല, ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ ഫലമാണ് യേശുവിൻ്റെ കുടുംബത്തിൽ യഥാർത്ഥമായ അംഗത്വത്തിന് ഉള്ള മാനദണ്ഡമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കുടുംബത്തിൻ്റെ ചെറിയ രൂപമാണ് നാം ഉൾക്കൊള്ളുന്ന ഇടവക സമൂഹങ്ങൾ. ആ ഇടവക സമൂഹങ്ങളിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായി കാണുവാൻ തക്കവിധം യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു കുടുംബമാണെന്നുള്ള തിരിച്ചറിവോടെ യേശുവിന് വേണ്ടി, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സ്വയം സമർപ്പണം ചെയ്യുന്ന ജീവിതം നൽകുന്നതൊക്കെ നമ്മുടെ സഹോദരങ്ങളും അമ്മയും ഒക്കെയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ അമ്മയായി ഉയർത്തപ്പെടുന്നത് ഈശോയെ ഈ ലോകത്തിന് നൽകിയത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ മറിയമെടുത്ത നിലപാടുകളാണ് എന്ന് ലോകത്തോട് വെളിപ്പെടുത്തുവാനാണ് ഈശോ ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ഈശോയെ കാണുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയവും അതുപോലെ തന്നെ ആ ചാർച്ചക്കാരിലുള്ള ബന്ധുക്കളിലുള്ളവരുമൊക്കെ വന്നു നിൽക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ഈശോയോട് പറയുക, ഇത് നിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നു നിൽക്കുന്നു. ഈശോ മറിയത്തിൻ്റെ ശ്രേഷ്ഠത ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ ചോദ്യം ചോദിച്ചിട്ട് ഈശോ പറയുകയാണ്, ദൈവഹിതം പൂർത്തിയാക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 678 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവ തിരുമനസ് നിറവേറ്റുന്നതാണ് എല്ലാ പുണ്യങ്ങളുടെയും കാതൽ. വിശ്വസ്തയോടെ ദൈവ തിരുമനസ് പൂർത്തിയാക്കുന്നവർ എല്ലാ സുഹൃതങ്ങളും അഭ്യസിക്കുന്നു. മറിയം സുഹൃതങ്ങളുടെ നിറവാണെന്ന് നമുക്കറിയാം. അമ്മയുടെ ഈ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ
അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായതുപോലെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ തിരുമനസ്സറിഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി മിഴികൾ പൂട്ടി ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. കർത്താവിൻ്റെ കാൽവരിയിലെ ബലിയാണ് ഓരോ വിശുദ്ധ കുർബാനയും. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഈശോയുടെ ആ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ സകല കൃപകളും ഒഴുകിയിറങ്ങുന്ന ഈ വിശുദ്ധ ബലിയിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പങ്കുചേരുവാൻ നമ്മെ ഒരുക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഴ്ചകളെയോർത്ത് അനുതപിച്ച് അവിടുത്തെ കാരുണ്യം യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ സ്മരണ ആദരിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളും അങ്ങേ കൃപയുടെ തികവിൽ നിന്ന് സ്വീകരിക്കുവാൻ അർഹത നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സിഹോൻ പുത്രി, പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചത് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്തെ തൻ്റെ ഓഹരിയായി യൂദയായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ
അവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12 വാക്യങ്ങൾ 46 മുതൽ 50 വരെ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. അർപ്പണം അർപ്പണം ആത്മാർപ്പണം. യേശുവേ, നിൻ മുൻപിൽ ഹൃദയാർപ്പണം. അർപ്പണം അർപ്പണം ആത്മാർപ്പണം. ആബേലിൻ നിർമ്മലമാ അർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ മറിയത്തിൻ ശ്രേഷ്ഠമാണർപ്പണം പോലെ ഞാനുമെന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. അർപ്പണം അർപ്പണം ആത്മാർപ്പണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ അവന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ സമർപ്പണ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ആചരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാദിസ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിന്ദനവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈ കാഴ്ച വസ്തുക്കളോടൊപ്പം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മറിയം തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചതുപോലെ വിശുദ്ധ ഫൗസ്റ്റീന ദർശനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ ബലിയുടെ സമയം ഓശാന ഗീതങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അൾത്താരയിൽ മറിയത്തെ കണ്ടു. പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ കുഞ്ഞായിരിക്കുന്ന ഈശോയെ കണ്ടു. വൈദികൻ ഉയർത്തുവാനിരുന്ന തിരുവോസ്തിയിലേക്ക് മറിയത്തിൻ്റെ കരങ്ങളിലെ ഈശോ കടന്നു ചെന്നു. ഫൗസ്റ്റീന അമ്മയെ നോക്കിയപ്പോൾ മറിയം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ വിശുദ്ധ കുർബാനയിലും ഇതുപോലെ ഞാൻ എൻ്റെ പുത്രനെ നൽകുകയാണ്. എൻ്റെ പുത്രനെ വേണ്ടി നിങ്ങൾക്ക് സ്വയം സമർപ്പിച്ചുകൂടെ? നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ശക്തനായ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കൂദാശ വചനങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടന്നൊറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്തു കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരമത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്തു വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും സകല വൈദികരോടും സന്യാസിനികളും സുവിശേഷ പ്രഘോഷകരും വിശ്വാസികളും ശാലവും ശുശ്രൂഷകളും ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കളെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടും വിശുദ്ധ ക്ലാരയോടും വിശുദ്ധ പാദ്രിപ്പിയോടും പാതുവായിലെ വിശുദ്ധ അന്തോനിസിനോടും വിശുദ്ധ കൊച്ചുത്രേസ്യായോടും വിശുദ്ധ ഗീവർഗീസിനോടും വിശുദ്ധ ഫൗസ്റ്റീനായോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെയും ത്രിത്വേക ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തി അവിടുത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും മറിയത്തെ പോലെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളാകണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ പ്രാവർത്തികമാക്കണം. മറിയം അത് ചെയ്തു. അതുകൊണ്ട്
മറിയത്തിന് പ്രാർത്ഥിക്കാൻ പറ്റി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമുക്ക് സ്വർഗത്തോട് ചേർന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ അമ്മയിലൂടെ സ്വർഗം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും ശുശ്രൂഷാ മേഖലകൾക്കും തൊഴിൽ മേഖലകൾക്കും പഠന മേഖലകൾക്കും സമാധാനവും ഐക്യവും വിശുദ്ധിയും ഐശ്വര്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ വസിച്ച യേശുനാഥൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഭാഗ്യമുള്ളവർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കരങ്ങൾ കൂപ്പി ദൈവത്തിന് നന്ദി പറയാം. പങ്കെടുത്തർപ്പിച്ച വിശുദ്ധ ബലിയെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇന്നേ ദിവസം ഇനി അർപ്പിക്കുവാനിരിക്കുന്ന എല്ലാ ബലിയർപ്പണങ്ങളോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകം മാതാവിൻ്റെ നാമത്തിൽ നാമധേയമുള്ള എല്ലാവരെയും ഇന്ന് ദൈവം കൂടുതൽ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധനവ് അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും സമാധാനത്തിനും സാക്ഷ്യം നൽകി ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.